തൃശൂർ വിയ്യൂർ ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരൻ മരണപ്പെട്ട സംഭവം പോലീസിനെതിരെ ആരോപണമുന്നയിച്ച് കുടുംബം. മാനസിക വെല്ലുവിളി നേരിടുന്ന ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബുവാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. രേഷ് ബാബുവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടെത്തിയെന്നും ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പുതുക്കാട് MLA KK രാമചന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കഴിഞ്ഞ മാസം 18-നാണ് മോഷണക്കേസുമായി ബന്ധപ്പെട്ട രേഷ് ബാബുവിനെ പോലീസ് പിടികൂടുന്നത്. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വിയ്യൂരിലെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. തലചുറ്റി വീണതിനെ തുടർന്ന് മെയ് 26-നാണ് യുവാവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിൽ കഴിയവേ ഇന്നലെയാണ് മരണം സംഭവിച്ചത്. മരിച്ച യുവാവ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് തെളിവുകൾ നിരത്തി കുടുംബം പറയുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിട്ടും പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഇക്കാര്യം മറച്ചുവെച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. രേഷ് ബാബുവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടതായും കുടുംബം പറയുന്നു. അവന് സംഭവിച്ച മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോയില്ല, അല്ല വിയ്യൂർ ജയിലിൽ നിന്ന് കൊണ്ടുപോയില്ല. അതെന്താ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിളിച്ചത്. അവന് അസുഖം വന്നിട്ട് ഇങ്ങനെ വീണു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. ഞങ്ങൾ ചെന്നപ്പോൾ മോൻ്റെ ആകെ പ്രശ്നമായിട്ടിരിക്കുന്നു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, അവർക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രക്ഷിച്ച. അപ്പോൾ അങ്ങനെയാണ് പ്രശ്നം. മോൻ്റെ ജയിലുള്ളിൽ ആരോ ഇടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോലീസുകാരാണോ അത് അവിടെ ഇവിടെ കൂടെ കിടക്കുന്ന ആൾക്കാരാണോ എന്ന് അറിയില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. പിന്നെ ഇങ്ങനെ മർദ്ദനമേറ്റ പാടുകൾ ശരീരത്തിലുണ്ട്. അത് അവർ ചെക്ക് ചെയ്തപ്പോൾ കണ്ടെന്ന് പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ പരാതി ഞങ്ങൾ വക്കീലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വക്കീലാണ് ഇതൊക്കെ ശരിയാക്കുന്നത്. അല്ല, രേഷ് ബാബുവിന്റെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറഞ്ഞെന്നും അതിനെ തുടർന്നാണ് മരണപ്പെട്ടതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. രേഷ് ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചില്ല എന്ന് ഞാൻ പറയുന്നത് അതാണ്. ഇതിലൊരു മാനുഷികമായിട്ടുള്ള തലം കൂടിയുണ്ട്. അതൊന്നും പരിശോധിക്കാതെയാണ് പോലീസും ജയിൽ അധികാരികളും പെരുമാറിയിട്ടുള്ളത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അവരുടെ സങ്കടവും പ്രതിഷേധവും തീർച്ചയായും പരിഗണിക്കണം. ഇക്കാര്യത്തിൽ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരായിട്ട്, ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി ഉണ്ടാവുകയും വേണം. പിടിച്ചുപറി കേസ് ചൂണ്ടിക്കാണിച്ച തൃശൂർ ഈസ്റ്റ് പോലീസാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. മകൻ 50% ബുദ്ധിവൈകല്യമുള്ള വ്യക്തിയാണ് എന്നതിന്റെ തെളിവടക്കം കുടുംബം പുറത്തുവിട്ടു. കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും എന്താണ് ഉണ്ടായതെന്ന് പോലും അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.